നമസ്കാരം. ഇന്നേ നമുക്കൊരു അവിൽ മിൽക്ക് ഉണ്ടാക്കിയാലോ? അവിൽ മിൽക്കിന് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പാളയംകുടം പഴമാണ്. പക്ഷേ ഇന്ന് ഞാനിവിടെ യൂസ് ചെയ്യുന്നതേ മഞ്ഞ റോബസ്റ്റ പഴമാണ്. നല്ല മധുരം, നല്ല സ്മെല്ലുള്ളത് കൊണ്ടേ ഈ പഴം വെച്ച് അവിൽ മിൽക്ക് ഉണ്ടാക്കിയാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പഴം ഒന്ന് ഉടച്ചെടുക്കണേ. മിക്സിയിലിട്ടൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഫോർക്ക് വെച്ച് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതിയാവേ. അപ്പോൾ നമുക്കിത് എന്നിട്ടൊരു ഗ്ലാസ്സിലേക്കൊന്ന് മാറ്റാം. ഇപ്പോൾ ഒരു ഗ്ലാസിൻ്റെ കാൽ ഭാഗത്തോളം ഈ പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് വറുത്ത അവിലാണ്. അവിൽ വറുത്ത് ഉപയോഗിക്കുമ്പോഴാണ് അവിൽ മിൽക്കിനെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഏകദേശം മുക്കാൽ ഭാഗത്തോളം അവിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കപ്പലണ്ടിയും കുറച്ച് മുന്തിരിയൊക്കെ ചേർക്കാം. അപ്പം മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമുള്ളത് പാലാണ്. അപ്പോൾ പാല് തിളപ്പിച്ച് നേരത്തെ തന്നെ വെക്കാം. ഇനി ഒന്ന് തണുപ്പിച്ച് എടുക്കണം ഈ പാല്. അപ്പോൾ നേരത്തെ തന്നെ തിളപ്പിച്ച് വെച്ച പാല് തണുപ്പിച്ചെടുത്തത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാലൊക്കെ ഒഴിക്കുമ്പോഴേ അത് കഴിക്കുന്ന സമയത്ത് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവേ. അപ്പോഴാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് ഇവിടെ റെഡി ആവുള്ളൂ. അല്ലെങ്കിൽ അവിലെല്ലാം ഇങ്ങനെ കുതിർന്നു പോയി ടേസ്റ്റ് അധികം ഉണ്ടാവില്ല. അപ്പോൾ പാല് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് ഇവിടെ റെഡിയാവും.